നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോള് കണ്ടോ? ചേട്ടാ, ചീഫ് എഞ്ചിനീയർ മാഡം വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു മാഡം. എന്താടാ? ചേട്ടാ, എവിടെ വെക്കണ്ടേ? അവിടെ. ആ വാ. അവിടെ വെച്ചോളൂ. ആ അപ്പൊ ശരി ചേട്ടാ. എന്താമ്മേ വലിയ ബോക്സ് ആണുള്ളത്? എടാ, ഇത് നിറച്ച് ഓഫീസ് ഫയലാണെന്ന് ആ ശ്രേയ വിളിച്ചു പറഞ്ഞത്. നമുക്ക് തുറന്നു നോക്കിയാലോ? വേണ്ട. അതെ, നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ തുറന്നു നോക്കുന്ന എന്തിനാ? ആ ശ്രേയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആയിരിക്കും. എടാ, ഈ പെട്ടി വെച്ച് അവൾ എന്തോ വലിയ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്നും തുറന്നു നോക്കാൻ പോണ്ട. നീ വന്നേ, പോവാം. വാ, നടക്കമുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാം. നോൺ അവൈലബിൾ സെക്ഷനാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ സാർ, ചെയ്യാം. സാർ, ആകാശിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു ടീമിനെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സർ, അക്കുച്ചേട്ടനെ കാണാതായിട്ട് 24 മണിക്കൂറാവാൻ പോവാ. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ? പെങ്ങളെ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആകാശിന്റെ ഫോൺ നമ്പർ വെച്ച് ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് വിവരം കിട്ടും. സർ, അക്കുച്ചേട്ടന്റെ ഫോൺ ഓഫാ. പിന്നെ എങ്ങനെയാ സർ കണ്ടുപിടിക്കുന്നത്? ഫോൺ ഓഫാണെങ്കിലും IMEI നമ്പർ വെച്ച് ട്രേസ് ചെയ്യാം. 1-2 മണിക്കൂറിനുള്ളിൽ ആകാശിനെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ടെൻഷൻ ആവാതെ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ നിങ്ങളെ അറിയിക്കാം. അക്കുച്ചേട്ടനും എന്റെയും ബാലമാമന്റെയും ലോകം. അക്കുച്ചേട്ടൻ എന്തെങ്കിലും പറ്റിയ അത് താങ്ങാനുള്ള ശക്തി എനിക്കോ ബാലമാമനോ ഇല്ല സർ. അക്കുച്ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ഞാനും ബാലമാമനും ജീവനോടെ ഉണ്ടാവില്ല. എന്തിനാ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആകാശിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആകാശിനെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ധൈര്യമായിട്ട് പോ. ആകാശിനെ കണ്ടെത്താനായില്ലെങ്കിൽ ശരിക്കും ഞങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. ധൈര്യം കൊടുക്കേണ്ട നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? ആകാശിനെ കണ്ടെത്താം. പക്ഷെ ഒരു കാര്യം, ആകാശിനെ കണ്ടെത്തി കഴിഞ്ഞാൽ PWD തന്ന പരാതി അനുസരിച്ച് അതിൽ സത്യമുണ്ടോ എന്നറിയണം. അതിനുശേഷമേ ആകാശ് വീട്ടിലോട്ട് പോണോ അതോ ജയിലിലോട്ടാണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അക്കുച്ചേട്ടൻ ഒരിക്കലും കാശ് മോഹിച്ചൊന്നും ചെയ്യില്ല സർ. അക്കുച്ചേട്ടന്റെ കയ്യിലുള്ള കാശിന് വേണ്ടി ആരോ അക്കുച്ചേട്ടനെ തട്ടിക്കൊണ്ടുപോയതാ. അക്കുച്ചേട്ടനെ കണ്ടെത്തിയ സത്യം അറിയാൻ പറ്റും സർ. ശരി, നിങ്ങളിപ്പോ പോയിക്കോ, ഞാൻ വിളിക്കാം. ഇരിക്കെ സൈബർ സെല്ലിന്നാ. ഹലോ. ആ സാർ, ആ നമ്പർ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആണോ? ശരി ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. സർ, അക്കുച്ചേട്ടൻ എവിടെയാണെന്ന് കണ്ടെത്തിയോ? ആകാശിന്റെ മൊബൈൽ നെറ്റ്വർക്ക് എവിടെയാണെന്ന്
ബൈജു ജീപ്പ് ഇറക്കാൻ പറ. ശരി സാർ. ബാലമാമേ, നമ്മുടെ വീടിന്റെ വഴിയാണല്ലോ ജീപ്പ് തിരിഞ്ഞത്. അതേ മോളെ, അവർ ഫോണിന്റെ ലൊക്കേഷൻ നോക്കിയല്ലേ പോകുന്നത്. നമുക്ക് നോക്കാം, ചിലപ്പോൾ തെറ്റ് പറ്റിയതുമായിരിക്കും. സാർ, എന്താ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളുടെ വീടോ? അതെ സാർ, എന്റെ മോനെ കാണാനില്ലെന്ന് പരാതി തന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിരിക്കുന്നത് എന്തിനാ? ഞങ്ങളായിട്ട് വന്നതല്ല. കാണാതായെന്ന് പറയുന്ന നിങ്ങളുടെ മകന്റെ ഫോണിന്റെ ലൊക്കേഷൻ ഇവിടെയാണ്. മോൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയാതിരിക്കുമോ സാർ? സാർ, ഇനി ആകാശ് ഫോൺ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടാവോ? ഇല്ല സാർ, അക്കുച്ചേട്ട ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കറിയാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. വീടൊന്ന് സെർച്ച് ചെയ്താ ആളകത്തുണ്ടോ അതോ ഫോൺ ഇവിടെ ഉണ്ടോ എന്നറിയാലോ. സാർ, വരൂ. ബൈജു, ആ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും. ശരി സാർ. അച്ചുട്ടി, ഇത് അമ്മാവൻ പോലീസായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ ചെയ്ത്? അക്കുച്ചേട്ടന്റെ ഫോൺ ലൊക്കേഷൻ നമ്മുടെ വീട്ടിലാ കാണിക്കുന്ന അശോ ചേച്ചി. അമ്മേ, എല്ലാത്തിന്റെ മുഖത്ത് ടെൻഷൻ കണ്ട. ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ബാലമാമേ, ഇവരിത് എങ്ങോട്ടാ പോകുന്നത്? എടാ ആ എടാ, വാ പോവാം. ആ ബാലമാമ, ഇത് സാർ, ഈ ബോക്സ് ഇവിടെ ഇല്ലായിരുന്നു സാർ. ഇത് എന്താ നോക്കൂ സാർ. ബൈജു, ഷാജി, സാർ, ഈ ബോക്സ് ഓപ്പൺ ചെയ്യും.